കവിയൂർ പുന്നമയും KPSC ലളിതയുമൊക്കെ വെള്ളിത്തിരയിൽ സിനിമയിൽ കഥാപാത്രങ്ങൾക്കനുസരിച്ച് കരയുമ്പോൾ മലയാളിയും കരയുമായിരുന്നു. അത്രത്തോളം ആഴത്തിൽ സ്പർശിച്ച എത്രയോ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ ബിജു മുത്തത്തി തയ്യാറാക്കിയ ഈ ഒരു സ്റ്റോറിയിലും നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കുന്ന കാര്യങ്ങൾ അനവധിയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്നും അർച്ചന ചേരുന്നുണ്ട്. അർച്ചന ഇപ്പോൾ ആശുപത്രിക്ക് മുന്നിലാണുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിരവധിയായ ഈ വാർത്ത അറിഞ്ഞിട്ട് നിരവധി സിനിമാ പ്രവർത്തകരുടെ ഒഴുക്ക് അങ്ങോട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഏതാനും ദിവസങ്ങളായി ഗുരുതരമായ സാഹചര്യത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ ആരോഗ്യനില. എങ്കിലും വളരെ പെട്ടെന്നാണ് മരണവാർത്ത തേടിയെത്തിയത്. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചും പൊതുദർശനം സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളും തീരുമാനവും ഇപ്പോൾ എങ്ങനെയാണ്? കവ്യ, മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. 5:33 കൂടിയാണ് കവിയൂർ പൊന്നമ്മയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് ഇന്ന് വൈകിട്ടോടെയാണ് മരണം സംഭവിച്ചത്. ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നതനുസരിച്ച് നേരത്തെ തന്നെ ക്യാൻസർ രോഗബാധിത സ്ഥിരീകരിച്ചിരുന്നു. മെയ് മാസത്തിലാണ് ഇത്തരത്തിൽ കവിയൂർ പൊന്നമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. തുടർന്ന് അതുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ ചികിത്സയിലായിരുന്നു. തുടർന്ന് 4ാമത്തെ സ്റ്റേജാണെന്ന് ആ സമയം തന്നെ അറിഞ്ഞിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ചികിത്സയെപ്പോഴും എല്ലാമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും കളമശ്ശേരി ടൗൺ ഹാളിലാണ് പൊതുദർശനം ഏർപ്പാടാക്കിയിരിക്കുന്നത്. നാളെ ആയിരിക്കും പൊതുദർശനം. ഇന്ന് മൃതശരീരം ഇവിടെ തന്നെ സൂക്ഷിക്കും. തുടർന്ന് നാളെ രാവിലെ 8 മണിയോടുകൂടി കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 9 മണി മുതൽ 12 മണി വരെയാണ് കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാകുക. സിനിമാ മേഖലയിൽ എല്ലാവരും തന്നെ കളമശ്ശേരി ടൗൺ ഹാളിലെത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കും. ശേഷം 4 മണിക്ക് ആലുവയിലെ വീട്ടിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിയോഗമാണ്. പലരും ഇപ്പോൾ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അല്പസമയം മുൻപ് ബാദുഷയാണ് നമ്മോട് പ്രതികരിച്ചത്. മാത്രമല്ല ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ആശുപത്രിയിലുണ്ട്. ഇവരെല്ലാം തന്നെ ഈ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്ന് മൃതദേഹം ഇവിടെ സൂക്ഷിക്കും. നാളെ 8 മണിയോടുകൂടി കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. 9 മണി മുതൽ 12 മണി വരെയാണ് പൊതുദർശന ചടങ്ങുണ്ടാകുക. ശേഷം 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും. എന്തായാലും പലരും ഈ വിയോഗ വാർത്ത അറിഞ്ഞ് ഞെട്ടലിലാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പലരും ആശുപത്രിയിലെത്തി കവിയൂർ പൊന്നമ്മയെ കണ്ടിരുന്നു. അപ്പോഴേക്ക് പലരും വിചാരിച്ചത് കവിയൂർ പൊന്നമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ തന്നെയാണ് പലരും മടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് മലയാള സിനിമാ ലോകം ഒന്നടങ്കം എത്തിയിരിക്കുകയാണ്. എന്തായാലും ആ വിയോഗ വാർത്തയിൽ വലിയ സങ്കടത്തിൽ തന്നെയാണ് മലയാള സിനിമാ ലോകം. എന്തായാലും നിരവധി പേർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മരണവാർത്ത അറിഞ്ഞ് എത്തുന്നുണ്ട്. എന്തായാലും നിലവിലെ സമയം ക്രമീകരിച്ചത് തുടർന്ന് ഇന്ന് ആശുപത്രിയിൽ തന്നെ മൃതദേഹം സൂക്ഷിക്കും. നാളെ രാവിലെ ഇവിടെ നിന്നും മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. വൈകിട്ട് 4 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടക്കും.